ഏത് മഹാരാഷ്ട്രയിലെ തടാകമാണ് ഒരു ഉൽക്കാപതനത്താൽ രൂപപ്പെട്ടതും 2020-ൽ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചതും? ലോണാർ തടാകം. മഹാരാഷ്ട്രയിലെ ബുൽധാന ജില്ലയിലുള്ള ലോണാർ തടാകം ഒരു ഉൽക്കാപതനം മൂലം രൂപപ്പെട്ട ഉപ്പുവെള്ള തടാകമാണ്. ഇത് അദ്വിതീയമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്ക് പേരുകേട്ടതാണ്. 2020-ൽ ഈ തടാകത്തെ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചത് അതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം വിളിച്ചോതുന്നു. തമോദ്വാരങ്ങളെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ധാരണകൾക്ക്, പ്രത്യേകിച്ച് നക്ഷത്ര പരിണാമവുമായി ബന്ധപ്പെട്ട് പ്രധാന സംഭാവനകൾ നൽകിയത് ആര്? എസ്. ചന്ദ്രശേഖർ. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഭൗതികശാസ്ത്രജ്ഞൻ എസ്. ചന്ദ്രശേഖർ നക്ഷത്ര പരിണാമത്തെക്കുറിച്ചും തമോദ്വാരങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി. ചന്ദ്രശേഖർ പരിധി എന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഒരു നക്ഷത്രം അതിന്റെ ജീവിതചക്രത്തിന്റെ അവസാനം തമോദ്വാരമായി മാറുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ഈ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. എന്താണ് ഒരു തമോദ്വാരം? ബഹിരാകാശത്തിലെ ഗുരുത്വാകർഷണം വളരെ ശക്തമായ ഒരു മേഖല, അവിടെ നിന്ന് പ്രകാശത്തിനുപോലും പുറത്തുകടക്കാൻ സാധ്യമല്ല. തമോദ്വാരങ്ങൾ, അതായത് ബ്ലാക്ക് ഹോളുകൾ, അതിഭയങ്കരമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ വസ്തുക്കളാണ്. ഇവയുടെ ഗുരുത്വാകർഷണം കാരണം പ്രകാശത്തിനുപോലും പുറത്തുകടക്കാൻ സാധിക്കാത്ത ഒരു ഇവന്റ് ഹൊറൈസൺ എന്ന അതിർത്തി ഇവയ്ക്കുണ്ട്. സാധാരണയായി വലിയ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതചക്രത്തിന്റെ അവസാനത്തിൽ തമോദ്വാരങ്ങളായി മാറും. പാലിയോസോയിക് യുഗത്തിന്റെ അവസാനത്തിലും മെസോസോയിക് യുഗത്തിന്റെ ആദ്യകാലഘട്ടത്തിലും ഭൂമിയിലെ എല്ലാ കരഭൂമികളും ഉൾക്കൊണ്ടിരുന്ന മഹാഭൂഖണ്ഡത്തിന്റെ പേരെന്തായിരുന്നു? പാഞ്ചിയ. ഏകദേശം 335 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാലിയോസോയിക്, മെസോസോയിക് കാലഘട്ടങ്ങളിൽ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് ചേർന്ന് നിലനിന്നിരുന്ന ഒരു മഹാഭൂഖണ്ഡമായിരുന്നു പാഞ്ചിയ. പ്ലേറ്റ് ടെക്ടോണിക്സ് പ്രതിഭാസം കാരണം പിന്നീട് ഇത് ചെറുതുണ്ടുകളായി പിരിയുകയും ഇന്നത്തെ ഭൂഖണ്ഡങ്ങളായി മാറുകയും ചെയ്തു. പാഞ്ചിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി നിന്നിരുന്ന വിശാലമായ സമുദ്രത്തിന്റെ പേരെന്തായിരുന്നു? പന്തലാസ. പാഞ്ചിയ എന്ന മഹാഭൂഖണ്ഡത്തെ ചുറ്റി ഒരു വലിയ ആഗോള സമുദ്രം നിലനിന്നിരുന്നു. ഈ സമുദ്രത്തെയാണ് പന്തലാസ എന്ന് വിളിച്ചിരുന്നത്. പാഞ്ചിയ പിളർന്നുമാറിയപ്പോൾ പന്തലാസയും ഇന്നത്തെ സമുദ്രങ്ങളായി വിഭജിക്കപ്പെട്ടു. പാഞ്ചിയ ആദ്യമായി ഏത് രണ്ട് പ്രധാന കരഭൂമികളായി വേർപിരിഞ്ഞു? ഏത് ഭൂമിശാസ്ത്രപരമായ യുഗത്തിലായിരുന്നു ഇത്? ട്രയാസിക് യുഗത്തിൽ ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ലോറേഷ്യ, വടക്കൻ ഗോണ്ട്വാന ലാൻഡ്, തെക്കൻ എന്നിങ്ങനെ. പാഞ്ചിയ മഹാഭൂഖണ്ഡം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് യുഗത്തിൽ ലോറേഷ്യയും ഗോണ്ട്വാന ലാൻഡുമായി വേർപിരിഞ്ഞു. ലോറേഷ്യയിൽ ഇന്നത്തെ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെട്ടപ്പോൾ ഗോണ്ട്വാന ലാൻഡിൽ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഈ പിളർപ്പ് ആധുനിക ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണത്തിന് തുടക്കമിട്ടു. ഇന്നത്തെ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളാണ് ലൗറേഷ്യയുടെയും ഗോണ്ട്വാന ലാൻഡിന്റെയും ഭാഗമായിരുന്നത്? ലൗറേഷ്യയിൽ വടക്കേ അമേരിക്കയും യൂറേഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഗോണ്ട്വാന ലാൻഡിൽ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെട്ടു. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് പാഞ്ചിയ എന്ന ഒരു മഹാഭൂഖണ്ഡമായിരുന്നു. പാഞ്ചിയ പിന്നീട് ലൗറേഷ്യ, വടക്ക് എന്നും ഗോണ്ട്വാന ലാൻഡ്, തെക്ക് എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഈ വിഭജനം ആധുനിക ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കി. അക്ഷാംശം എന്നാൽ എന്ത്? ഭൂമിയുടെ മധ്യത്തിൽ നിന്ന് അളക്കുമ്പോൾ ഒരു സ്ഥലത്തിന് ഭൂമധ്യരേഖയുടെ വടക്കോട്ടോ തെക്കോട്ടോ ഉള്ള കോണീയ ദൂരമാണ് അക്ഷാംശം. അക്ഷാംശം എന്നത് ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ വടക്ക് തെക്ക് സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഭൗമശാസ്ത്രപരമായ കോർഡിനേറ്റാണ്. ഭൂമധ്യരേഖയെ 0 ഡിഗ്രി അക്ഷാംശമായി കണക്കാക്കുന്നു. ഇത് കാലാവസ്ഥാ പഠനങ്ങൾക്കും സ്ഥാനനിർണയത്തിനും നിർണായകമാണ്. ഭൂമധ്യരേഖ എന്നാൽ എന്ത്? ഉത്തരധ്രുവത്തിനും ദക്ഷിണധ്രുവത്തിനുമിടയിലായി ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതും 0 ഡിഗ്രി അക്ഷാംശ രേഖയുമായുള്ള ഒരു സാങ്കൽപ്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി, ഉത്തര അർദ്ധഗോളം, ദക്ഷിണ അർദ്ധഗോളം വിഭജിക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖയിൽ സൂര്യപ്രകാശം വർഷം മുഴുവൻ ഏതാണ്ട് നേരിട്ട് പതിക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. ഭൂമധ്യരേഖയാൽ സൃഷ്ടിക്കപ്പെടുന്ന 2 അർദ്ധഗോളങ്ങൾ ഏതെല്ലാം? ഉത്തര അർദ്ധഗോളം, ദക്ഷിണ അർദ്ധഗോളം.
ഭൂമധ്യരേഖ ഭൂമിയെ രണ്ട് പ്രധാന അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള ഭാഗം ഉത്തര അർദ്ധഗോളമെന്നും തെക്കുള്ള ഭാഗം ദക്ഷിണ അർദ്ധഗോളമെന്നും അറിയപ്പെടുന്നു. ഈ വിഭജനം ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിലെ കാലാവസ്ഥ, ജൈവവൈവിധ്യം എന്നിവയെ സ്വാധീനിക്കുന്നു. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏതാനും രാജ്യങ്ങളുടെ പേര് പറയുക. സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ, ഗാബോൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, മറ്റുള്ളവയിൽ ചിലത്. ഭൂമധ്യരേഖ ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ രാജ്യങ്ങളിൽ പൊതുവായി ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഉയർന്ന മഴയും അനുഭവപ്പെടുന്നു. ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, ഉഗാണ്ട, കെനിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഫോസിലുകളുടെ കാര്യത്തിൽ ആഗ്നേയ ശിലകളുടെ ഒരു സവിശേഷത എന്താണ്? ആഗ്നേയ ശിലകൾ ദൃഢമായവയാണ്, അവയിൽ ഫോസിലുകൾ അടങ്ങിയിട്ടില്ല. ആഗ്നേയ ശിലകൾ ഉയർന്ന താപനിലയിൽ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നവയാണ്. ഈ ഉയർന്ന താപനില കാരണം ജീവികളുടെ അവശിഷ്ടങ്ങളായ ഫോസിലുകൾക്ക് അവയിൽ നിലനിൽക്കാൻ കഴിയില്ല. അതിനാൽ ഫോസിലുകൾ സാധാരണയായി ആഗ്നേയ ശിലകളിൽ കാണപ്പെടുന്നില്ല. ആഗ്നേയ ശിലകളിൽ സാധാരണയായി കാണപ്പെടുന്ന ചില ധാതുക്കളുടെ പേര് പറയാമോ? കാന്തിക ഇരുമ്പ്, നിക്കൽ, ചെമ്പ്, ലെഡ്, സിങ്ക്, ക്രോമൈറ്റ്, മാംഗനീസ്, സ്വർണം, പ്ലാറ്റിനം എന്നിവ ആഗ്നേയ ശിലകളിൽ സാധാരണയായി കാണപ്പെടുന്നു. ആഗ്നേയ ശിലകൾക്ക് ധാരാളം ലോഹധാതുക്കൾ ഉറവിടമാണ്. ഇവയിൽ പലതും വ്യാവസായിക പ്രാധാന്യമുള്ളവയാണ്. ഈ ധാതുക്കൾ മാഗ്മ തണുത്തുറയുന്ന പ്രക്രിയയിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് ശിലകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. അവസാദ ശിലകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിലവിലുള്ള ശിലകളുടെ അപക്ഷയവും അപരദനവും മൂലം രൂപപ്പെടുന്ന അവശിഷ്ടങ്ങളുടെ അടുക്കുകളായി അവസാദ ശിലകൾ ഉണ്ടാകുന്നു. കാറ്റ്, വെള്ളം, മഞ്ഞ് തുടങ്ങിയ ബാഹ്യ ശക്തികളാൽ നിലവിലുള്ള ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുകയും അവസാദങ്ങളായി സെഡിമെന്റ്സ് മാറുകയും ചെയ്യുന്നു. ഈ അവസാദങ്ങൾ കാലക്രമേണ അടിഞ്ഞുകൂടി ഒന്നുചേർന്ന് ഉറച്ച് അവസാദ ശിലകളായി മാറുന്നു. പലപ്പോഴും ഈ ശിലകളിൽ ഫോസിലുകൾ കാണാറുണ്ട്. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. മണൽക്കല്ല്, കോൺഗ്ലോമറേറ്റ്, സിൽറ്റ്, കൽക്കരി, ലോയസ് എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ശിലാകഷണങ്ങൾ, ധാതുക്കൾ, ജൈവവസ്തുക്കൾ എന്നിവ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നവയാണ്. മണൽക്കല്ല്, കൽക്കരി എന്നിവ ഇവയ്ക്ക് പ്രധാന ഉദാഹരണങ്ങളാണ്. അവ താരതമ്യേന മൃദുലവും പാളികളായി കാണപ്പെടുന്നതുമാണ്. സസ്യജന്തുജാലങ്ങളുടെ ഫോസിലുകൾ അടങ്ങിയിരിക്കുന്ന ശിലകൾ ഏതാണ്? സസ്യജന്തുജാലങ്ങളുടെ ഫോസിലുകൾ സാധാരണയായി അവസാദ ശിലകളിൽ കാണപ്പെടുന്നു. അവസാദ ശിലകൾ രൂപപ്പെടുന്നത് താരതമ്യേന താഴ്ന്ന താപനിലയിലും മർദ്ദത്തിലുമാണ്. ഇത് അവയിൽ കുടുങ്ങിപ്പോകുന്ന ജൈവവസ്തുക്കളുടെ അവശിഷ്ടങ്ങളെ ഫോസിലുകളായി ദീർഘകാലം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഭൂതകാലത്തിലെ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഫോസിലുകൾ നിർണായകമാണ്. അവസാദ ശിലകളിൽ കാണപ്പെടുന്ന ചില സാമ്പത്തിക പ്രാധാന്യമുള്ള വിഭവങ്ങൾ ഏവ? ഇരുമ്പയിര്, ഫോസ്ഫേറ്റ്, കൽക്കരി, സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ശിലകൾ എന്നിവ അവസാദ ശിലകളിൽ കാണപ്പെടുന്നു. കൽക്കരി, പെട്രോളിയം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളും ഇരുമ്പയിര്, ഫോസ്ഫേറ്റ് തുടങ്ങിയ ധാതുക്കളും അവസാദ ശിലകളിൽ ധാരാളമായി കാണപ്പെടുന്നു. ഇത് ഊർജ്ജോൽപാദനം, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അവയെ സാമ്പത്തികമായി വളരെ പ്രാധാന്യമുള്ളതാക്കുന്നു. ധാതു എണ്ണ, പെട്രോളിയം സാധാരണയായി ഏതുതരം ശിലകളിലാണ് കാണപ്പെടുന്നത്? ധാതു എണ്ണ, പെട്രോളിയം സാധാരണയായി അവസാദ ശിലകളിലാണ് കാണപ്പെടുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അവസാദ ശിലകളിലെ സുഷിരങ്ങളുള്ള പാളികളിൽ പോറസ് ലെയേഴ്സ് രൂപപ്പെട്ട് ശേഖരിക്കപ്പെടുന്നു. ജൈവവസ്തുക്കളുടെ ദീർഘകാലത്തെ വിഘടനത്തിലൂടെയാണ് ഇവ ഉണ്ടാകുന്നത്. ഇത് ഊർജ്ജ സ്രോതസ്സായി ലോകമെമ്പാടും ഉപയോഗിക്കുന്നു. കായാന്തരിത ശിലകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിലവിലുള്ള ശിലകൾ ആഗ്നേയം, അവസാദം അല്ലെങ്കിൽ മറ്റ് കായാന്തരിത ശിലകൾ കഠിനമായ ചൂട്, മർദ്ദം, രാസപ്രവർത്തനങ്ങൾ എന്നിവ കാരണം രൂപാന്തരപ്പെടുമ്പോഴാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ശിലകൾ രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത്. ഈ പ്രക്രിയയെ മെറ്റാമോർഫിസം എന്ന് പറയുന്നു. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. സ്ലേറ്റ്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ്, മാർബിൾ, ഫില്ലൈറ്റ്,
ഗനൈസ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ശിലകളെല്ലാം ഉയർന്ന താപനിലയുടെയും മർദ്ദത്തിന്റെയും ഫലമായി അവയുടെ ഘടനയിലും ധാതുസംരചനയിലും മാറ്റങ്ങൾ വന്നവയാണ്. ഉദാഹരണത്തിന് ചുണ്ണാമ്പുകല്ല് മാർബിളായും മണൽക്കല്ല് ക്വാർട്ട്സൈറ്റായും മാറുന്നു. അടിസ്ഥാന അവസാദ ശിലകളെ അവയുടെ കായാന്തരിത രൂപങ്ങളുമായി യോജിപ്പിക്കുക. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ഷെയൽ, സ്ലേറ്റ്, കൽക്കരി. മണൽക്കല്ല് ക്വാർട്ട്സൈറ്റായി മാറുന്നു, ചുണ്ണാമ്പുകല്ല് മാർബിളായി മാറുന്നു, ഷെയൽ സ്ലേറ്റായി മാറുന്നു, സ്ലേറ്റ് ഫില്ലൈറ്റായി മാറുന്നു, കൽക്കരി വജ്രമായി മാറുന്നു. ഈ പരിവർത്തനങ്ങൾ ശിലാരൂപീകരണ ചക്രത്തിലെ റോക്ക് സൈക്കിൾ പ്രധാന ഘട്ടങ്ങളാണ്. കഠിനമായ ചൂടും മർദ്ദവും കാരണം മാതൃശിലകളുടെ ഭൗതികവും രാസപരവുമായ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നു. കൽക്കരി വജ്രമായി മാറുന്നത് ഉയർന്ന മർദ്ദത്തിന്റെയും താപനിലയുടെയും ഫലമാണ്. ഘടനയുടെ അടിസ്ഥാനത്തിൽ ഭൂരൂപങ്ങളെ പ്രധാനമായും എങ്ങനെ തരംതിരിക്കുന്നു? ഘടനയുടെ അടിസ്ഥാനത്തിൽ ഭൂരൂപങ്ങളെ പ്രധാനമായും പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകളെയും രൂപങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ടോപ്പോഗ്രഫി. ഈ മൂന്ന് പ്രധാന വിഭാഗങ്ങളും അവയുടെ രൂപീകരണത്തിലും സവിശേഷതകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾക്ക് ഇത് അടിസ്ഥാനമാണ്. ബ്ലോക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഭൂമിയുടെ ആന്തരിക ശക്തികളാൽ എൻഡോജനിക് ഫോഴ്സസ് ഉണ്ടാകുന്ന വലിവ്, ടെൻസൈൽ ബലങ്ങളും മർദ്ദവും, കംപ്രസീവ് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഭ്രംശനം, ഫോൾട്ടിംഗ് വഴിയാണ് ബ്ലോക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ വിള്ളലുകൾ, ഫോൾട്സ് ഉണ്ടാകുമ്പോൾ ചില ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും മറ്റു ഭാഗങ്ങൾ താഴോട്ട് താഴുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഉയർത്തപ്പെട്ട ഭാഗങ്ങളെ ഹോസ്റ്റ് എന്നും താഴ്ന്ന ഭാഗങ്ങളെ ഗ്രാബൻ എന്നും വിളിക്കുന്നു. ഇത് ബ്ലോക്ക് പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നു. ബ്ലോക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. വോസ്ഗസ് പർവ്വതനിരകൾ, ഫ്രാൻസ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ജർമ്മനി, സാൾട്ട് റേഞ്ച്, പാകിസ്ഥാൻ എന്നിവ ബ്ലോക്ക് പർവ്വതങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിൽ സമ്മർദ്ദമോ വലിവോ ഉണ്ടാകുമ്പോഴാണ് ബ്ലോക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഈ ഉദാഹരണങ്ങൾ ലോകമെമ്പാടുമുള്ള ബ്ലോക്ക് പർവ്വതങ്ങൾക്ക് തെളിവുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പർവ്വതനിരയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? കാലിഫോർണിയയിലെ USA സിയറ നെവാഡ പർവ്വതനിരകളെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പർവ്വതനിരയായി കണക്കാക്കുന്നത്. ബ്ലോക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഭൂമിയുടെ പുറന്തോടിലെ വിള്ളലുകൾ, ഫോൾസ് കാരണം വലിയ ഭൂഭാഗങ്ങൾ ഉയർന്നു പൊങ്ങുകയോ താഴുകയോ ചെയ്യുമ്പോഴാണ്. സിയറ നെവാഡ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ട ഏറ്റവും വിശാലമായ പർവ്വതനിരകളാണ്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള റിഫ്റ്റ് താഴ്വര ഏതാണ്? ചെങ്കടലിന്റെ തടം മുതൽ സാംബസി നദി വരെ ഏകദേശം 4800 കിലോമീറ്റർ വ്യാപിച്ചുകിടക്കുന്ന ജോർദാൻ നദി താഴ്വരയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റിഫ്റ്റ് താഴ്വര. റിഫ്റ്റ് താഴ്വരകൾ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നുപോകുമ്പോൾ രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളാണ്. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗ്രേറ്റ് റിഫ്റ്റ് വാലി സമ്പ്രദായത്തിന്റെ ഭാഗമാണ് ജോർദാൻ നദി താഴ്വര. ഭൂമിശാസ്ത്രപരമായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അവശിഷ്ട പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കാറ്റ്, മഴ, മഞ്ഞ്, ഒഴുകുന്ന വെള്ളം തുടങ്ങിയ ശക്തികൾ കഠിനമായ പാറകളെ വ്യത്യസ്തമായി അപക്ഷയം വരുത്തുമ്പോൾ പ്രതിരോധശേഷിയുള്ള പാറക്കൂട്ടങ്ങൾ അവശേഷിക്കുകയും അവ അവശിഷ്ട പർവ്വതങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നു. കാലക്രമേണയുള്ള പ്രകൃതിശക്തികളുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് അവശിഷ്ട പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. താരതമ്യേന മൃദുലമായ പാറകൾ എളുപ്പത്തിൽ ഇല്ലാതാവുകയും കഠിനമായ പാറഭാഗങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. ഇവയെ അപക്ഷയ പർവ്വതങ്ങൾ എന്നും പറയാം. ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെടുന്ന അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. ഇന്ത്യയിലെ വിന്ധ്യാചൽ, നീലഗിരി, പരസ്നാഥ്, രാജ്മഹൽ കുന്നുകൾ എന്നിവയും മധ്യ സ്പെയിനിലെ സിയറസ്, USA മേസകൾ എന്നിവയും അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അവശിഷ്ട പർവ്വതങ്ങൾ റെസിഡ്യുവൽ മൗണ്ടൻസ് ഭൂമിശാസ്ത്രപരമായ അപക്ഷയ പ്രക്രിയകളിലൂടെ രൂപപ്പെടുന്നവയാണ്. ഇന്ത്യയിലെ പ്രധാന അവശിഷ്ട പർവ്വതനിരകൾ പഠനങ്ങൾക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഈ പർവ്വതങ്ങൾ അവയുടെ രൂപീകരണ പ്രക്രിയ കാരണം താരതമ്യേന പഴയ ഘടനകളാണ്. അഗ്നിപർവ്വത പർവ്വതങ്ങൾ, സഞ്ജയ പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്?
അഗ്നിപർവ്വത പർവ്വതങ്ങൾ സഞ്ജയ പർവ്വതങ്ങൾ എന്നും അറിയപ്പെടുന്നു. ലാവ, ചാരം, ചരൽ, കല്ലുകൾ, മണൽ, കളിമണ്ണ് തുടങ്ങിയ അഗ്നിപർവ്വത വസ്തുക്കൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നു. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാഗ്മ, ലാവ, ചാരം തുടങ്ങിയവ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടി കൂമ്പാരങ്ങളായി മാറുന്നതിലൂടെയാണ് അഗ്നിപർവ്വത പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രക്രിയയെ സഞ്ചയം എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇവയെ സഞ്ചയ പർവ്വതങ്ങൾ എന്നും വിശേഷിപ്പിക്കുന്നത്. മണൽക്കൂനകളെ സഞ്ചയ പർവ്വതങ്ങൾക്ക് ഉദാഹരണമായി കണക്കാക്കാമോ? അതെ, മരുഭൂമികളിൽ കാറ്റ് രൂപപ്പെടുത്തുന്ന മണൽക്കൂനകളോ മണൽക്കുന്നുകളോ സഞ്ചയ പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണൽക്കൂനകൾ, സാൻഡ് ഡ്യൂൺസ്, കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ മണൽക്കണങ്ങൾ ഒരിടത്ത് അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ഭൂപ്രകൃതികളാണ്. വലിയ പർവ്വതങ്ങളുടെ അത്ര ഉയരമില്ലെങ്കിലും അടിഞ്ഞുകൂടൽ എന്ന പ്രക്രിയയിലൂടെയാണ് ഇവ രൂപപ്പെടുന്നത് എന്നതിനാൽ ഇവയെ സഞ്ചയത്തിന്റെ ലഘുവായ രൂപങ്ങളായി കണക്കാക്കാം. മടക്കു പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഭൂമിയുടെ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളോ അതിലധികമോ കൂടിച്ചേരുമ്പോൾ അവ പരസ്പരം തള്ളപ്പെടുകയും ഭൂവൽക്കം മടങ്ങി ചുരുങ്ങുകയും ചെയ്യുന്നതിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ അവയുടെ വക്കുകൾ മുകളിലേക്ക് മടങ്ങി ഉയരുന്നതിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരകളിൽ പലതും ഈ രീതിയിൽ രൂപപ്പെട്ടവയാണ്. ഹിമാലയം ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ലോകത്തിലെ പ്രധാന മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. ഹിമാലയം, ഏഷ്യ, യുറൽസ്, റഷ്യ, റോക്കീസ്, വടക്കേ അമേരിക്ക, ആൻഡിസ്, തെക്കേ അമേരിക്ക എന്നിവ ലോകത്തിലെ പ്രധാന മടക്കു പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയതും ഉയരം കൂടിയതുമായ പർവ്വതനിരകളിൽ ഭൂരിഭാഗവും മടക്കു പർവ്വതങ്ങളാണ്. ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങളുടെ ഫലമായി രൂപപ്പെടുന്ന ഇവ ഭൂമിയുടെ ഉപരിതലത്തിലെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കു പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കു പർവ്വതനിര. ആരവല്ലി പർവ്വതനിര പ്രീകാംബ്രിയൻ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതും ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ മടക്കു പർവ്വതനിരകളിൽ ഒന്നുമാണ്. ദശലക്ഷക്കണക്കിനു വർഷങ്ങളായി അപക്ഷയം കാരണം ഇതിന്റെ ഉയരം കുറഞ്ഞുവെങ്കിലും ഇത് ഇപ്പോഴും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ള ഗുരു ശിഖർ ആണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗം. ഗുരു ശിഖർ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മൗണ്ട് അബു ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ആരവല്ലി പർവ്വതനിര വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലെ കാലാവസ്ഥയെയും നദീവ്യവസ്ഥകളെയും സ്വാധീനിക്കുന്നു. 1967 മടക്കുപർവ്വതങ്ങളുടെ ഘടന വിശദീകരിക്കുന്ന പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മടക്കുപർവ്വതങ്ങളുടെ ഘടന വിശദീകരിക്കുന്ന പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം 1967 മക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവർ ചേർന്നാണ് ആവിഷ്കരിച്ചത്. പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തം ഭൂമിയുടെ ഉപരിതലത്തിലെ വലിയ പ്ലേറ്റുകളുടെ ചലനം, അവയുടെ കൂട്ടിമുട്ടലുകൾ, വേർപെടലുകൾ എന്നിവ വിശദീകരിക്കുന്നു. ഈ ചലനങ്ങളാണ് പർവ്വതനിരകളുടെ രൂപീകരണത്തിനും ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും കാരണം. ഭൂമിയുടെ ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഇത് ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. സമുദ്രോപരിതല വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ആരാണ്? സമുദ്രോപരിതല വികാസ സിദ്ധാന്തം ഭൗമശാസ്ത്രജ്ഞനായ ഹാരി എച്ച്. ഹെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാരി എച്ച്. ഹെസ് 1960കളിൽ മുന്നോട്ടുവെച്ച സമുദ്രോപരിതല വികാസ സിദ്ധാന്തം പുതിയ സമുദ്രോപരിതലം മധ്യസമുദ്ര മലനിരകളിൽ നിന്ന് രൂപപ്പെടുകയും ഇരുവശങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന അടിത്തറയായി വർത്തിച്ചു. ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഈ സിദ്ധാന്തം നിർണായക സംഭാവന നൽകി. പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തമനുസരിച്ച് ഹിമാലയം ഏത് പുരാതന കടലിൽ നിന്നാണ് ഉത്ഭവിച്ചത്? പ്ലേറ്റ് ടെക്ടോണിക് സിദ്ധാന്തമനുസരിച്ച് ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായി വടക്കോട്ട് നീങ്ങിയപ്പോൾ ടെത്തിസ് കടലിൽ നിന്നാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഈ കൂട്ടിയിടി ടെത്തിസ് കടലിലെ അവശിഷ്ടങ്ങളെ മടക്കി ഉയർത്തി ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയം രൂപീകരിച്ചു. ടെത്തിസ് കടൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഏഷ്യൻ ഭൂഖണ്ഡവും തമ്മിലുള്ള ഒരു പുരാതന കടലായിരുന്നു.
ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ജലോപരിതലത്തിലുള്ള പർവ്വതനിര ഏതാണ്? ഏകദേശം 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആൻഡീസ് പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ജലോപരിതലത്തിലുള്ള പർവ്വതനിര. തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആൻഡീസ് പർവ്വതനിര 7 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. അർജന്റീന, ബൊളീവിയ, ചിലി, കൊളംബിയ, ഇക്വഡോർ, പെറു, വെനസ്വേല എന്നിവയാണവ. ഈ പർവ്വതനിരയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അക്കോൺകാഗ്വ ആണ്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? 3482 മീറ്റർ വരെ ഉയരമുള്ള ഡ്രേക്കൻസ്ബർഗ് പർവ്വതനിരയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ദക്ഷിണാഫ്രിക്ക, ലെസോത്തോ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രേക്കൻസ്ബർഗ് പർവ്വതനിര ഡ്രാഗൺസ് മൗണ്ടൻ എന്നും അറിയപ്പെടുന്നു. ഈ പർവ്വതനിരകൾ പ്രാദേശിക പരിസ്ഥിതിക്കും ജൈവവൈവിധ്യത്തിനും വളരെ പ്രാധാന്യമുള്ളതാണ്. നിരവധി നദികളുടെ ഉറവിടവും ഈ മേഖലയിലാണ്. സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തി രൂപീകരിക്കുന്ന പർവ്വതനിര ഏതാണ്? പിരനീസിലെ പർവ്വതനിരകളാണ് സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള സ്വാഭാവിക കര അതിർത്തി രൂപീകരിക്കുന്നത്. പിരനീസിലെ പർവ്വതനിരകൾ ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. കിഴക്ക് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പടിഞ്ഞാറ് ബിസ്കേ കടൽ ഉൾക്കടൽ വരെ ഏകദേശം 491 കിലോമീറ്റർ ദൂരത്തിൽ ഇത് വ്യാപിച്ചുകിടക്കുന്നു. പിരനീസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അനറ്റോ ആണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഡെനാലി എന്നും അറിയപ്പെടുന്ന മക്കിൻലി പർവ്വതമാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഡെനാലി മൗണ്ട് മക്കിൻലി 6190 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. തദ്ദേശീയ അഥാബസ്കൻ ജനതയാണ് ഇതിനെ ഡെനാലി എന്ന് വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം മഹത്തായ ഒന്ന് എന്നാണ്. ബ്ലാക്ക് പർവ്വതനിരകളും വൈറ്റ് പർവ്വതനിരകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്ലാക്ക് പർവ്വതനിരകളും വൈറ്റ് പർവ്വതനിരകളും അമേരിക്കൻ ഐക്യനാടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പേരിൽ പർവ്വതനിരകളുണ്ട്. ഉദാഹരണത്തിന് വടക്കൻ കരോലിനയിലെ അപ്പലേച്ചിയൻ പർവ്വതനിരയുടെ ഭാഗമാണ് ബ്ലാക്ക് മൗണ്ടൻസ്. വൈറ്റ് മൗണ്ടൻസ് പ്രധാനമായും ന്യൂ ഹാംഷെയറിലെ അപ്പലേച്ചിയൻ നിരകളിൽ കാണപ്പെടുന്നു. ഈ പേരുകൾ പലപ്പോഴും പാറകളുടെ നിറം, മഞ്ഞുമൂടിയ കൊടുമുടികൾ അല്ലെങ്കിൽ പ്രാദേശിക സസ്യജാലങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയും അതിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏതാണ്? ഗ്രേറ്റ് ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിരകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നു. 8848.86 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലും ചൈനയിലും ടിബറ്റ് വ്യാപിച്ചുകിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 14 കൊടുമുടികളിൽ 8000 മിക്കതും ഹിമാലയത്തിലും സമീപമുള്ള കാറക്കോറം, ഹിന്ദുക്കുഷ് നിരകളിലുമാണ്. ഏതു പ്രദേശമാണ് പർവ്വതങ്ങളുടെ കടൽ എന്ന് അറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് കൊളംബിയയാണ് പർവ്വതങ്ങളുടെ കടൽ എന്ന് അറിയപ്പെടുന്നത്. കാനഡയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ബ്രിട്ടീഷ് കൊളംബിയ പർവ്വതനിരകളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ്. വാൻകൂവർ ദ്വീപിൽ നിന്നുള്ള കടൽ കാഴ്ചയിൽ നിരവധി പർവ്വതനിരകൾ തിരമാലകൾ പോലെ ഉയർന്നു നിൽക്കുന്നത് കാണാം. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും പേരുകേട്ട ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ്. കോർഡില്ലെറ ഡി ലോസ് ആൻഡീസിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? അക്കോൺകാഗ്വയാണ് കോർഡില്ലെറ ഡി ലോസ് ആൻഡീസിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. അക്കോൺകാഗ്വ തെക്കേ അമേരിക്കയിലെ ആൻഡസ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. 6960.8 മീറ്റർ 22,837 അടി ഉയരമുള്ള ഇത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെയും തെക്കൻ അർദ്ധഗോളത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി കണക്കാക്കപ്പെടുന്നു. റോക്കി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? മൗണ്ട് ആൽബർട്ട് ആണ് റോക്കി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. മൗണ്ട് ആൽബർട്ട് അമേരിക്കൻ ഐക്യനാടുകളിലെ കൊളറാഡോയിലുള്ള റോക്കി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്.
4399 മീറ്റർ 14433 അടി ഉയരമുള്ള ഇത് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഒന്നാണ്. ഹിമാലയം കാരക്കോറം ഹിന്ദുകുഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് ഹിമാലയം കാരക്കോറം ഹിന്ദുകുഷ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇത് ഹിമാലയൻ നിരകളിൽ നേപ്പാളിനും ചൈനയ്ക്കുമിടയിൽ സ്ഥിതിചെയ്യുന്നു. 8848.86 മീറ്റർ 29,031.7 അടി ആണ് ഇതിന്റെ ഔദ്യോഗിക ഉയരം. കിഴക്കൻ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? കൊസിയസ്കോയാണ് കിഴക്കൻ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. മൗണ്ട് കൊസിയസ്കോ, മൗണ്ട് കൊസിയോസ്കോ, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ന്യൂ സൗത്ത് വെയിൽസിലെ സ്നോവി പർവ്വതനിരകളിൽ സ്ഥിതിചെയ്യുന്ന ഇതിന് 2228 മീറ്റർ 7310 അടി ഉയരമുണ്ട്. ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? വിൻസൺ മാസിഫ് ആണ് ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. വിൻസൺ മാസിഫ്, വിൻസൺ മാസീഫ്, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. എൽസ്വർത്ത് പർവ്വതനിരകളിലെ സെന്റിനൽ റേഞ്ചിൽ സ്ഥിതിചെയ്യുന്ന ഇതിന് ഏകദേശം 4892 മീറ്റർ 16050 അടി ഉയരമുണ്ട്. ടിയാൻ ഷാൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? പിഗ് പോബെഡിയാണ് ടിയാൻ ഷാൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. പിഗ് പോബെഡി, പെക്പോബേഡി അല്ലെങ്കിൽ ജംഗിഷ് ചോഗുസു മധ്യേഷ്യയിലെ ടിയാൻ ഷാൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. കിർഗിസ്ഥാൻ ചൈന അതിർത്തിയിൽ സ്ഥിതിചെയ്യുന്ന ഇതിന് 7439 മീറ്റർ 24406 അടി ഉയരമുണ്ട്. അൽത്തായ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ബെലൂഗയാണ് അൽത്തായ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ബെലൂഗ, ബലൂഖ് സൈബീരിയയിലെ അൽത്തായ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. റഷ്യൻ കസാക്കിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതിചെയ്യുന്ന ഇതിന് 4506 മീറ്റർ 14784 അടി ഉയരമുണ്ട്. യുറൽ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? നറോഡ്നായയാണ് യുറൽ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. നറോഡ്നായ, മൗണ്ട് നെറോദ്നായ, യുറൽ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. റഷ്യയിൽ സ്ഥിതിചെയ്യുന്ന ഇതിന് 1894 മീറ്റർ 6214 അടി ഉയരമുണ്ട്. ഇത് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന യുറൽ നിരകളുടെ ഭാഗമാണ്. കിഴക്കൻ റഷ്യയിലെ കഞ്ചത്ക പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ക്ലയൂചെവ്സ്ക സോപ്കയാണ് കിഴക്കൻ റഷ്യയിലെ കഞ്ചത്ക പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ക്ലയൂചെവ്സ്ക സോപ്ക, ക്ലിയചെവ്സ്കയ സോപ്ക, റഷ്യയിലെ കഞ്ചത്ക ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും സജീവമായ അഗ്നിപർവ്വതവുമാണ്. ഇതിന് ഏകദേശം 4750 മീറ്റർ 10584 അടി ഉയരമുണ്ട്. ഏഷ്യയിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് എവിടെയാണ്? മിട്രിബ, കുവൈറ്റ് 53.9 ഡിഗ്രി സെൽഷ്യസ്. 2016 ജൂലൈ 21-നാണ് മിട്രിബയിൽ 53.9 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയത്. ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയർന്നതും ലോകത്തിലെ മൂന്നാമത്തെ ഉയർന്നതുമായ താപനിലയായി കണക്കാക്കപ്പെടുന്നു. ഏഷ്യയിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? വെർക്കോയൻസ്ക്, റഷ്യ -67.8 ഡിഗ്രി സെൽഷ്യസ്. സൈബീരിയയിലെ വെർക്കോയൻസ്ക് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ്. 1892 ഫെബ്രുവരി 5-ന് ഇവിടെ -67.8 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ഇത് ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായി അറിയപ്പെടുന്നു. ഏഷ്യയിലും ലോകത്തും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മൗസിൻറാം, ഇന്ത്യ 11872 മില്ലിമീറ്റർ. മേഘാലയയിലെ കാസി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മൗസിൻറാം പ്രതിവർഷം ശരാശരി 11872 മില്ലിമീറ്റർ മഴ ലഭിച്ച് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇവിടെ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത്.
തെക്കേ അമേരിക്കയിലും ലോകത്തും ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? അരിക്ക, ചിലി 0.76 മില്ലിമീറ്റർ. ചിലിയിലെ അരിക്ക ഒരു മരുഭൂമി നഗരമാണ്. ഇത് അടക്കാമ മരുഭൂമിയുടെ ഭാഗമാണ്. ഇവിടെ പ്രതിവർഷം ശരാശരി 0.76 മില്ലിമീറ്റർ മാത്രമാണ് മഴ ലഭിക്കുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് എവിടെയാണ്? വോസ്റ്റോക്ക് സ്റ്റേഷൻ, അന്റാർട്ടിക്ക, -89.2°C. കിഴക്കൻ അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്ക് സ്റ്റേഷനിൽ 1983 ജൂലൈ 21-നാണ് -89.2°C താപനില രേഖപ്പെടുത്തിയത്. ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പ്രകൃതിദത്ത താപനിലയാണിത്. ലോകത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ വടക്കേ അമേരിക്കയിലെ സ്ഥലം ഏതാണ്? ഫർണസ് ക്രീക്ക് റാഞ്ച്, ഡെത്ത് വാലി, USA, 56.7°C. 1913 ജൂലൈ 10 കാലിഫോർണിയയിലെ ഡെത്ത് വാലിയിലുള്ള ഫർണസ് ക്രീക്കിൽ 56.7°C താപനില രേഖപ്പെടുത്തി. ഭൂമിയിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന അന്തരീക്ഷ താപനിലയാണിത്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8848.86 മീറ്റർ. നേപ്പാൾ. നേപ്പാളിലെയും ചൈനയിലെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. നേപ്പാളും ചൈനയും സംയുക്തമായി അംഗീകരിച്ച ഈ ഉയരം 2020-ൽ പ്രഖ്യാപിച്ചതാണ്. K2 ഗോഡ്വിൻ ഓസ്റ്റിൻ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 8611 മീറ്റർ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. പാകിസ്ഥാനിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും ചൈനയിലെ ഷിൻജിയാങ്ങിലുമായി ഇത് സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8598 മീറ്റർ. നേപ്പാൾ, ഇന്ത്യ. ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇത് ഇന്ത്യയിലെ സിക്കിമിനും നേപ്പാളിനും ഇടയിലുള്ള അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോട്ട്സയുടെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8516 മീറ്റർ. നേപ്പാൾ. ലോട്ട്സെ ലോകത്തിലെ നാലാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് ഹിമാലയൻ നിരകളിൽ എവറസ്റ്റ് കൊടുമുടിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും നേപ്പാളിലാണ് ഇതിന്റെ സ്ഥാനം. മകാലുവിന്റെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8481 മീറ്റർ. നേപ്പാൾ, ചൈന. മകാലു ലോകത്തിലെ അഞ്ചാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് നേപ്പാളിന്റെയും ചൈനയുടെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ എവറസ്റ്റിന്റെ തെക്ക് കിഴക്കായി ഏകദേശം 19 കിലോമീറ്റർ അകലെയാണ് ഇതിന്റെ സ്ഥാനം. ധവളഗിരിയുടെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8172 മീറ്റർ. നേപ്പാൾ. ധവളഗിരി ലോകത്തിലെ ഏഴാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് നേപ്പാളിലെ ഹിമാലയൻ നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അതിന്റെ വെളുത്ത കൊടുമുടികൾക്ക് പേരുകേട്ടതാണ്. അന്നപൂർണയുടെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8078 മീറ്റർ. നേപ്പാൾ. അന്നപൂർണ ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. നേപ്പാളിലെ മധ്യ ഹിമാലയൻ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ട്രെക്കിംഗിനും പർവ്വതാരോഹണത്തിനും പ്രശസ്തമാണ്. നങ്പർവ്വതത്തിന്റെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8126 മീറ്റർ. ഇന്ത്യ. നങ്പർവ്വതം ലോകത്തിലെ 9ാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഇത് അതിന്റെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. വളരെ അപകടകരമായ കൊടുമുടിയായി ഇത് അറിയപ്പെടുന്നു. ഗഷർബ്രംബിന്റെ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8068 മീറ്റർ. പാകിസ്ഥാൻ. ഗഷർബ്രം ലോകത്തിലെ 13ാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് പാകിസ്ഥാനിലെ ബാൾട്ടിസ്ഥാനിലെ കാറക്കോറം പർവ്വതനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിരവധി കൊടുമുടികളുള്ള ഒരു കൂട്ടമാണിത്. ഗോസായിന്തന്റെ ശിഷാപാമ്മ ഉയരം എത്രയാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8014 മീറ്റർ. ചൈന.
ശിഷാപാൻമ അഥവാ ഗോസായിന്തൻ ലോകത്തിലെ 14ാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ്. ഇത് പൂർണ്ണമായും ടിബറ്റിൽ, ചൈന, സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സ്വർണ്ണ നാട് അഥവാ കങ്കാരുക്കളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയെ കങ്കാരുക്കളുടെ നാട് എന്ന് വിളിക്കുന്നത് അവിടെ കാണപ്പെടുന്ന കങ്കാരുക്കളുടെ ആധിക്യം കൊണ്ടാണ്. ലാൻഡ് ഓഫ് ദ ഗോൾഡൻ ഫ്ലീസ് എന്ന പേര് രാജ്യത്തിന്റെ സമ്പന്നമായ കന്നുകാലി വ്യവസായത്തെയും പ്രത്യേകിച്ച് മികച്ച നിലവാരമുള്ള കമ്പിളി ഉൽപ്പാദനത്തെയും സൂചിപ്പിക്കുന്നു. പലപ്പോഴും മരതക ദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അയർലൻഡ്. അയർലൻഡിനെ മരതക ദ്വീപ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അവിടുത്തെ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയാണ്. വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയും മിതമായ കാലാവസ്ഥയും രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് മരതക പച്ചപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ഏത് ഭൂഖണ്ഡമാണ് ചിലപ്പോൾ അന്ധഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്നത്? ആഫ്രിക്ക. ആഫ്രിക്കയെ അന്ധഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന്റെ വികസനക്കുറവിനെയും യൂറോപ്യൻ ശക്തികളാൽ ചൂഷണം ചെയ്യപ്പെട്ട ചരിത്രപരമായ ഇരുണ്ട കാലഘട്ടങ്ങളെയും സൂചിപ്പിക്കാനാണ്. ദാരിദ്ര്യം, രോഗങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ ഈ ഭൂഖണ്ഡത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി ഓഫ് ഡ്രീമിംഗ് സ്പൈൽസ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് നഗരം ഏതാണ്? ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഓക്സ്ഫോർഡ് നഗരം അവിടുത്തെ പ്രശസ്തമായ സർവകലാശാലയ്ക്കും ചരിത്രപരമായ വാസ്തുവിദ്യയ്ക്കും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ഗോപുരങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ പ്രത്യേകതകളാണ് ഇതിന് സിറ്റി ഓഫ് ഡ്രീമിംഗ് സ്പൈൽസ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത്. ഹെറിംഗ് പൗണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം, പ്രത്യേകിച്ച് അതിന്റെ വടക്കൻ ഭാഗങ്ങൾ, ഹെറിംഗ് മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രധാന മത്സ്യബന്ധന മേഖലയാണ്. ഈ മത്സ്യസമ്പത്ത് കാരണമാണ് ഈ സമുദ്രത്തിന് ഹെറിംഗ് പൗണ്ട് എന്ന വിളിപ്പേര് ലഭിച്ചത്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജാപ്പനീസ് നഗരം ഏതാണ്? ഒസാക്ക, ജപ്പാൻ. ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ വ്യവസായ വിപ്ലവകാലത്ത് ഒരു പ്രധാന തുണി വ്യവസായ കേന്ദ്രമായിരുന്നു. അതുപോലെ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒസാക്കയും ജപ്പാനിലെ പ്രധാന വ്യാവസായിക തുണി വ്യവസായ കേന്ദ്രമായി മാറി. ഈ സാമ്യം കാരണമാണ് ഒസാക്കയെ കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം, ഇന്ത്യ. കേരളം പണ്ടുമുതലേ കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും പ്രശസ്തമാണ്. പുരാതന കാലം മുതൽ തന്നെ അറബികളും യൂറോപ്യൻ വ്യാപാരികളും സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി കേരളത്തിലെത്തിയിരുന്നു. ഈ പ്രാധാന്യം കാരണമാണ് കേരളത്തെ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലില്ലി രാജ്യം എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? കാനഡ. ഫ്രാൻസിന്റെ ദേശീയ പുഷ്പമായ ഫ്ലൂർ ഡി ലി, ഫ്ലർ ദ ലെസ്, ലില്ലിപ്പൂവുമായി ബന്ധപ്പെട്ടതാണ്. കാനഡയിൽ ഫ്രഞ്ച് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും വലിയ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് ക്യൂബെക്ക് പ്രവിശ്യയിൽ. ഈ ഫ്രഞ്ച് സ്വാധീനത്തെയും അവരുടെ പതാകയിലെ ലില്ലി ചിഹ്നത്തെയും അടിസ്ഥാനമാക്കിയാണ് കാനഡയെ ചിലപ്പോൾ ലില്ലി രാജ്യം എന്ന് വിളിക്കുന്നത്. അറബിക്കടലിന്റെ റാണി അല്ലെങ്കിൽ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കൊച്ചി, കൊച്ചിൻ, ഇന്ത്യ. കൊച്ചിക്ക് സ്വാഭാവികമായ ഒരു വലിയ തുറമുഖമുണ്ട്. ഇത് പുരാതന കാലം മുതൽക്കേ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. അറേബ്യൻ, ചൈനീസ്, യൂറോപ്യൻ വ്യാപാരികളുമായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ പ്രധാന പങ്കുവഹിച്ചതിനാലാണ് അറബിക്കടലിന്റെ റാണി എന്ന പേര് ലഭിച്ചത്. കൂടാതെ അനേകം കായലുകളും ജലപാതകളും ഉള്ളതിനാൽ ഇതിനെ കിഴക്കിന്റെ വെനീസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഹെർമിറ്റ് കിങ്ഡം അല്ലെങ്കിൽ പ്രഭാതശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കൊറിയ. ദീർഘകാലം വിദേശ ബന്ധങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിന്നതിനാലാണ് കൊറിയയെ ഹെർമിറ്റ് കിങ്ഡം എന്ന് വിളിച്ചിരുന്നത്. പ്രഭാതശാന്തതയുടെ നാട് എന്ന പേര് കൊറിയയുടെ പ്രകൃതി സൗന്ദര്യത്തെയും പുലർച്ചെയുള്ള ശാന്തമായ അന്തരീക്ഷത്തെയും സൂചിപ്പിക്കുന്നു. ഇത് ദക്ഷിണ കൊറിയൻ സംസ്കാരത്തിൽ ഒരു പ്രധാന ഭാഗമാണ്. ആഞ്ചലീസിന്റെ മുത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്യൂബ.
ക്യൂബയുടെ കരീബിയൻ കടലിലെ തന്ത്രപ്രധാനമായ സ്ഥാനവും പ്രകൃതി സൗന്ദര്യവുമാണ് ആഞ്ചലീസിന്റെ മുത്ത് എന്ന പേര് നേടിക്കൊടുത്തത്. 19-ാം നൂറ്റാണ്ട് മുതൽ കരിമ്പ് കൃഷിയിലും പഞ്ചസാര ഉൽപാദനത്തിലും ക്യൂബ ലോകത്ത് മുൻപന്തിയിൽ നിന്നതുകൊണ്ടാണ് ഇതിനെ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷത ഏതാണ്? പാമീർ പീഠഭൂമി. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമിക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമികളിലൊന്ന് എന്ന നിലയിൽ ലോകത്തിന്റെ മേൽക്കൂര എന്ന വിളിപ്പേര് ലഭിച്ചു. ഹിമാലയം, കാരക്കോറം, ഹിന്ദുക്കുഷ് തുടങ്ങിയ പ്രധാന പർവ്വതനിരകൾ ഇവിടെ സംഗമിക്കുന്നു. 1000 ആനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലാവോസ്. ലാവോസിന്റെ ചരിത്രപരമായ പേര് ലാൻസാങ് ഹോംകാവോ ലാൻസാങ് ഹോംകാവ് എന്നായിരുന്നു. ഇതിനർത്ഥം ലക്ഷക്കണക്കിന് ആനകളുടെ നാട് എന്നാണ്. മുൻകാലങ്ങളിൽ ആനകൾ ലാവോസിന്റെ സംസ്കാരത്തിലും സമ്പദ്വ്യവസ്ഥയിലും യുദ്ധങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഈ സമ്പന്നമായ പാരമ്പര്യത്തെയും ആനകളുടെ സാന്നിധ്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഈ രാജ്യം 1000 ആനകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. വെളുത്ത ആനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? തായ്ലൻഡ്. തായ്ലൻഡിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും വെളുത്ത ആനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവ രാജകീയ അധികാരത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് തായ്ലൻഡിനെ വെളുത്ത ആനകളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് അതിന്റെ മനോഹരമായ പർവ്വതനിരകൾ, തടാകങ്ങൾ, സ്കീയിംഗ് റിസോർട്ടുകൾ, സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. യൂറോപ്പിലെയും ലോകത്തിലെയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാണിത്. ഈ കാരണങ്ങളാലാണ് ഇതിനെ യൂറോപ്പിന്റെ കളിസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇടിമിന്നലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഭൂട്ടാൻ. ഭൂട്ടാന്റെ മലനിരകളിൽ പതിവായി ഉണ്ടാകുന്ന ശക്തമായ ഇടിമിന്നലുകളാണ് ഈ പേരിന് കാരണം. പ്രാദേശിക ഭാഷയിൽ ഭൂട്ടാനെ ഡ്രക്ക് യൂൾ എന്നും വിളിക്കാറുണ്ട്. ഇതിനർത്ഥം ഇടിമിന്നൽ വ്യാളിയുടെ നാട് എന്നാണ്. ഭൂട്ടാന്റെ ഭൗമശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ പ്രത്യേകതകൾ ഈ പേരിന് പിന്നിലുണ്ട്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ജപ്പാൻ. ജാപ്പനീസ് ഭാഷയിൽ ജപ്പാന്റെ പേരായ നിഹോൺ അല്ലെങ്കിൽ നിപ്പോൺ എന്നതിന് സൂര്യൻ ഉദിക്കുന്ന നാട് എന്നാണ് അർത്ഥം. കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്ത് സൂര്യോദയം ആദ്യം കാണുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്. നൈൽ നദിയുടെ ദാനം എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന രാജ്യം ഏത്? ഈജിപ്ത്. പ്രാചീന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസാണ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്. നൈൽ നദിയുടെ വാർഷിക വെള്ളപ്പൊക്കവും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്കും കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്കും അത്യന്താപേക്ഷിതമായിരുന്നു. നൈൽ നദി ഇല്ലായിരുന്നെങ്കിൽ ഈജിപ്ത് ഒരു മരുഭൂമി മാത്രമാകുമായിരുന്നു. അഡ്രിയാറ്റിക്കിന്റെ റാണി എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ നഗരം ഏത്? വെനീസ്, ഇറ്റലി. വെനീസ് അതിന്റെ കനാലുകൾ, പാലങ്ങൾ, മനോഹരമായ വാസ്തുവിദ്യ, സമ്പന്നമായ ചരിത്രം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. അഡ്രിയാറ്റിക് കടലിന്റെ തലസ്ഥാനമെന്ന നിലയിൽ മധ്യകാലഘട്ടത്തിലും നവോത്ഥാനകാലത്തും വെനീസ് ഒരു പ്രധാന കടൽ വ്യാപാര ശക്തിയായിരുന്നു. അതിന്റെ സൗന്ദര്യവും തന്ത്രപരമായ സ്ഥാനവും കാരണമാണ് ഇതിനെ അഡ്രിയാറ്റിക്കിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത്. എംപയർ സിറ്റി അല്ലെങ്കിൽ അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം ഏത്? ന്യൂയോർക്ക് സിറ്റി, USA. ന്യൂയോർക്ക് സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയതും സ്വാധീനമുള്ളതുമായ നഗരങ്ങളിലൊന്നാണ്. സാമ്പത്തിക, സാംസ്കാരിക, മാധ്യമ കേന്ദ്രം എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നിരവധി അംബരചുംബികളായ കെട്ടിടങ്ങളും ചരിത്രപരമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗും ഉള്ളതിനാൽ ഇത് എംപയർ സിറ്റി അല്ലെങ്കിൽ അംബരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നു. മെഡിറ്ററേനിയന്റെ കവാടം എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ സവിശേഷത ഏത്? ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് സമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. ഇത് യൂറോപ്പിനും ആഫ്രിക്കയ്ക്കുമിടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി വാണിജ്യപരമായും സൈനികപരമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് മെഡിറ്ററേനിയന്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്.
വിശുദ്ധ ഭൂമിയായി കണക്കാക്കപ്പെടുന്ന നഗരം ഏത്? ജറുസലേം. ജറുസലേം ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഏകദൈവ മതങ്ങളായ യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നിവയുടെ വിശുദ്ധ നഗരമാണ്. ഈ മതങ്ങൾക്ക് പ്രാധാന്യമുള്ള നിരവധി പുരാതന സ്ഥലങ്ങളും ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് വിശുദ്ധ ഭൂമിയായി ലോകമെമ്പാടും അറിയപ്പെടുന്നത്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഫിൻലൻഡ്. ഫിൻലൻഡിന്റെ ഭൂപ്രദേശത്തിന്റെ വലിയൊരു ഭാഗം തടാകങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഏകദേശം 1,88,000 തടാകങ്ങൾ ഇവിടെയുണ്ട്. ഇത് ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതലാണ്. ഈ തടാകങ്ങൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയും പരിസ്ഥിതിയെയും നിർവചിക്കുന്നതിനാൽ ഫിൻലൻഡിനെ 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നോർവേ. നോർവേയെ അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക് സർക്കിളിനുള്ളിൽ വരുന്നതിനാലാണ്. വേനൽക്കാലത്ത് സൂര്യൻ 24 മണിക്കൂറും ദൃശ്യമാവുകയും സൂര്യാസ്തമയം സംഭവിക്കാതെ തുടർച്ചയായി വെളിച്ചം ലഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ധ്രുവപ്രദേശങ്ങളിലെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നിത്യനഗരം അല്ലെങ്കിൽ 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ നഗരം ഏതാണ്? റോം, ഇറ്റലി. റോം നഗരം ബിസി 8-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിത്യനഗരം എന്ന് ഇത് അറിയപ്പെടുന്നത് അതിന്റെ മഹത്തായ ചരിത്രം, പുരാതന സ്മാരകങ്ങൾ, റോമൻ സാമ്രാജ്യത്തിന്റെ പൈതൃകം എന്നിവ കാരണമാണ്. 7 കുന്നുകൾക്ക് മുകളിലായി നഗരം നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് 7 കുന്നുകളുടെ നഗരം എന്ന പേര് ലഭിച്ചത്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഹ്വാങ് ഹോ നദി, മഞ്ഞനദി, ചൈന. ഹ്വാങ് ഹോ നദി മഞ്ഞനദി എന്നും അറിയപ്പെടുന്നു. ചൈനയിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണിത്. ചരിത്രപരമായി ഈ നദിയിൽ പതിവായി വെള്ളപ്പൊക്കമുണ്ടാവുകയും അതിലൂടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതിനാലാണ് ചൈനയുടെ ദുഃഖം എന്ന പേര് ലഭിച്ചത്. ഇതിന്റെ തീരപ്രദേശങ്ങളിലെ മഞ്ഞനിറത്തിലുള്ള എക്കൽ മണ്ണാണ് നദിക്ക് മഞ്ഞനദി എന്ന പേര് നൽകിയത്. കാറ്റുള്ള നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം ഏതാണ്? ചിക്കാഗോ, USA. മിഷിഗൺ തടാകത്തിന്റെ തീരത്തുള്ള ചിക്കാഗോ നഗരത്തിന് കാറ്റുള്ള നഗരം എന്ന പേര് ലഭിച്ചത് അതിന്റെ തീരപ്രദേശങ്ങളിലൂടെ വീശുന്ന ശക്തമായ കാറ്റുകൾ കാരണമാണ്. ഈ പേരിന് ചില രാഷ്ട്രീയപരമായ വ്യാഖ്യാനങ്ങളുമുണ്ടെങ്കിലും പ്രാഥമികമായി ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ഇതിനു പിന്നിൽ. പൂർവ്വദേശത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന നഗരരാഷ്ട്രം ഏതാണ്? സിംഗപ്പൂർ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന സാമ്പത്തിക, വ്യാപാര കേന്ദ്രമായ സിംഗപ്പൂരിനെ പൂർവ്വദേശത്തിന്റെ മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. അതിന്റെ തന്ത്രപരമായ തുറമുഖം, സാമ്പത്തിക വളർച്ച, മനോഹരമായ നഗരദൃശ്യങ്ങൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയാണ് ഈ പേരിന് പിന്നിൽ. ക്വാക്കർ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം ഏതാണ്? ഫിലാഡൽഫിയ, USA. ഫിലാഡൽഫിയ നഗരം ക്വാക്കർ നഗരം എന്ന് അറിയപ്പെടുന്നത് വില്യം പെന്നും അദ്ദേഹത്തിന്റെ ക്വാക്കർ സഹപ്രവർത്തകരും ചേർന്നാണ് ഈ നഗരം സ്ഥാപിച്ചത് എന്നതിനാലാണ്. ക്വാക്കർ വിഭാഗക്കാർ സമാധാനത്തിനും മതസ്വാതന്ത്ര്യത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നതിനാൽ ഫിലാഡൽഫിയ ഈ മൂല്യങ്ങളുടെ കേന്ദ്രമായി മാറി. കിഴക്കിന്റെ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ലോലമായ പൂക്കളുടെ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാനെ കിഴക്കിന്റെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ദ്വീപ് രാജ്യമായതിനാലും വ്യാവസായികവൽക്കരണത്തിലെ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടുമാണ്. ലോലമായ പൂക്കളുടെ രാജ്യം എന്നത് ജപ്പാൻ സംസ്കാരത്തിലെ പൂക്കളുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് ചെറി ബ്ലോസം, സാകുറ സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? സ്റ്റോക്ക്ഹോം, സ്വീഡൻ. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിനെ ലോകത്തിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് മനോഹരമായ കനാലുകൾ, അനേകം ദ്വീപുകൾ, ജലപാതകൾ എന്നിവയാലാണ്. 14 ദ്വീപുകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ നഗരം തടാകവും കടലും ചേരുന്ന സവിശേഷമായ ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. പൂർവ്വദേശത്തിന്റെ മുത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് രാഷ്ട്രം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമായ ശ്രീലങ്കയെ അതിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം,
ഫലഭൂയിഷ്ടമായ ഭൂപ്രകൃതി, തന്ത്രപരമായ സ്ഥാനം, തേയില, രത്നങ്ങൾ തുടങ്ങിയ വിലയേറിയ വിഭവങ്ങൾ എന്നിവ കാരണം പൂർവ്വദേശത്തിന്റെ മുത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്ന് വിളിക്കുന്നു. ചരിത്രപരമായി വെള്ളക്കാരന്റെ ശ്മശാനം എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഗിനി കോസ്റ്റ്, പടിഞ്ഞാറൻ ആഫ്രിക്ക. 18 നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനി കോസ്റ്റ് പ്രദേശത്ത് എത്തിയ യൂറോപ്യന്മാർക്ക് മലേറിയ, മഞ്ഞപ്പനി തുടങ്ങിയ ഉഷ്ണമേഖലാ രോഗങ്ങൾ കാരണം വലിയ തോതിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ കാരണം കൊണ്ടാണ് ഈ പ്രദേശത്തെ വെള്ളക്കാരന്റെ ശ്മശാനം എന്ന് ചരിത്രപരമായി വിശേഷിപ്പിച്ചത്. കാറ്റാടിപ്പാടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് അതിന്റെ മനോഹരമായ കാറ്റാടിപ്പാടങ്ങൾക്കും ഫ്ലാറ്റ് ലാൻഡ്സ്കേപ്പിനും പേരുകേട്ടതാണ്. ഈ കാറ്റാടിപ്പാടങ്ങൾ ജലനിയന്ത്രണത്തിനും ധാന്യം പൊടിക്കാനും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുവരുന്നു. രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണിത്. യൂറോപ്പിന്റെ കോപ്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബെൽജിയം. യൂറോപ്പിലെ പ്രധാന ശക്തികൾ തമ്മിൽ ചരിത്രപരമായി നിരവധി യുദ്ധങ്ങൾക്ക് ബെൽജിയം വേദിയായിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിലും നെപ്പോളിയന്റെ വാട്ടർലൂ യുദ്ധത്തിലും ഈ രാജ്യം പ്രധാന യുദ്ധക്കളമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ യൂറോപ്പിന്റെ കോപ്പിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്കോട്ട്ലൻഡ്. ലാൻഡ് ഓഫ് കേക്സ് എന്നത് സ്കോട്ട്ലൻഡിന്റെ ഒരു പരമ്പരാഗത വിശേഷണമാണ്. സ്കോട്ടിഷ് പാചകരീതിയിൽ ഓട്സ് കേക്കുകൾ, ഷോർട്ട് ബ്രെഡ്, സെൽറ്റിക് കേക്കുകൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് സ്കോട്ടിഷ് സംസ്കാരത്തിലെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. തെക്കിന്റെ ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്. ന്യൂസിലൻഡിന് ബ്രിട്ടനുമായി ചരിത്രപരവും സാംസ്കാരികവുമായ അടുത്ത ബന്ധങ്ങളുണ്ട്. അതിന്റെ പാർലമെന്ററി സംവിധാനം, നിയമവ്യവസ്ഥ, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഉദാഹരണത്തിന് ദ്വീപുകളുടെ കൂട്ടം എന്നിവയിൽ ബ്രിട്ടനുമായുള്ള സാമ്യം ഈ പേരിന് കാരണമായി. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ സ്വാധീനം ഇവിടെ പ്രകടമാണ്. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മ്യാൻമർ. മ്യാൻമറിൽ ആയിരക്കണക്കിന് ബുദ്ധക്ഷേത്രങ്ങളും സ്തൂപങ്ങളുമുണ്ട്. അവയിൽ പലതും സ്വർണം പൂശിയതും മനോഹരവുമാണ്. ഷെഡാഗോൺ പഗോഡ പോലുള്ള പ്രശസ്തമായ പഗോഡകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ബുദ്ധമതം മ്യാൻമറിലെ പ്രധാന മതമായതിനാൽ ഈ പഗോഡകൾ രാജ്യത്തിന്റെ സാംസ്കാരികവും മതപരവുമായ അടയാളമാണ്. ഗോൾഡൻ ഗേറ്റ് നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കൻ നഗരം ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ, USA. സാൻ ഫ്രാൻസിസ്കോയ്ക്ക് ഈ പേര് ലഭിച്ചത് അവിടുത്തെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാരണമാണ്. പസഫിക് സമുദ്രത്തെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം നഗരത്തിന്റെ ഒരു പ്രധാന അടയാളമാണ്. നഗരത്തിന്റെ ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളും ഈ വിശേഷണത്തിന് കാരണം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ, ഇന്ത്യ. മുംബൈ നഗരം യഥാർത്ഥത്തിൽ 7 ദ്വീപുകൾ ഒന്നിപ്പിച്ച് നിർമ്മിച്ചതാണ്. കൊളാബ, ഓൾഡ് വിമൻസ് ഐലൻഡ്, മാഹിം, മാട്ടുംഗ, പാരൽ, വൊർളി, മസ്ഗാവ് എന്നീ ദ്വീപുകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ കരഭൂമിയാക്കി മാറ്റി. ഇത് നഗരത്തിന്റെ ചരിത്രപരമായ വികാസത്തെ അടയാളപ്പെടുത്തുന്നു. ലോകത്തിന്റെ അപ്പക്കൂട, വേൾഡ് ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? വടക്കേ അമേരിക്കയിലെ പ്രയറികൾ, USA, കാനഡ. വടക്കേ അമേരിക്കയിലെ പ്രയറികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദന മേഖലകളിൽ ഒന്നാണ്. ഫലഭൂയിഷ്ടമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും കാരണം ഇവിടെ വലിയ തോതിൽ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ധാന്യ വിതരണത്തിൽ ഈ പ്രദേശം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്പ്രീ നദി. സ്പ്രീ നദി കിഴക്കൻ ജർമ്മനിയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ നദിയാണ്. ഈ നദി ബെർലിൻ നഗരത്തിലൂടെ കടന്നുപോകുകയും നഗരത്തിന്റെ ചരിത്രത്തിലും വികസനത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹഡ്സൺ നദി. ഹഡ്സൺ നദി കിഴക്കൻ ന്യൂയോർക്കിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ വാണിജ്യ, സാമ്പത്തിക വികസനത്തിൽ ഈ നദിക്ക് വലിയ പങ്കുണ്ട്. നഗരത്തിന്റെ തുറമുഖ പ്രവർത്തനങ്ങൾക്കും ഗതാഗതത്തിനും ഇത് ഏറെ സഹായകമായിട്ടുണ്ട്.
ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സെയിൻ നദി. സെയിൻ നദി വടക്കൻ ഫ്രാൻസിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ നഗരമായ പാരീസിന്റെ മനോഹാരിതയ്ക്ക് ഈ നദി വലിയ സംഭാവന നൽകുന്നു. ഫ്രാൻസിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും സെയിൻ നദിക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടൻ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തേംസ് നദി. തേംസ് നദി ഇംഗ്ലണ്ടിന്റെ തെക്ക് ഭാഗത്തുകൂടി ഒഴുകി വടക്കൻ കടലിൽ ചേരുന്നു. ലണ്ടൻ നഗരത്തിന്റെ ചരിത്രത്തിലും വാണിജ്യപരമായ വളർച്ചയിലും തേംസ് നദിക്ക് നിർണായക പങ്കുണ്ട്. ഈ നദിയിലൂടെയുള്ള ഗതാഗതം ലണ്ടന്റെ വികസനത്തിന് സഹായിച്ചു. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നൈൽ നദി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നായ നൈൽ ഈജിപ്തിന്റെ ജീവനാഡിയാണ്. കെയ്റോ നഗരത്തിന്റെ രൂപീകരണത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വളർച്ചയിലും നൈൽ നദിക്ക് സുപ്രധാന പങ്കുണ്ട്. കൃഷിക്കും ജലസേചനത്തിനും ഇത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇറാഖിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ടൈഗ്രിസ് നദി. ടൈഗ്രിസ് നദി മെസൊപ്പൊട്ടേമിയൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് കാരണമായ പ്രധാന നദികളിലൊന്നാണ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ചരിത്രപരമായി വാണിജ്യത്തിനും ഗതാഗതത്തിനും ടൈഗ്രിസ് നദിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ബെൽഗ്രേഡ്, ബുഡാപെസ്റ്റ്, വിയന്ന എന്നീ നഗരങ്ങളെല്ലാം ഏത് പ്രധാന യൂറോപ്യൻ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡാന്യൂബ് നദി. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഡാന്യൂബ്. ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ച് 10 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദി യൂറോപ്പിലെ വിവിധ സംസ്കാരങ്ങളെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ബന്ധിപ്പിക്കുന്നു. ഇത് യൂറോപ്പിന്റെ ചരിത്രത്തിലും വ്യാപാരത്തിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹൂവർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊളറാഡോ നദി. അമേരിക്കൻ ഐക്യനാടുകളിലെ അരിസോണയ്ക്കും നെവാഡയ്ക്കുമിടയിൽ കൊളറാഡോ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ആർച്ച് ഗ്രാവിറ്റി ഡാമാണ് ഹൂവർ ഡാം. ഇത് വൈദ്യുതി ഉത്പാദനം, ജലസേചനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് സഹായകമാണ്. 1930കളിൽ നിർമ്മിച്ച ഇത് വലിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഒരു പക്ഷിപാത ഡെൽറ്റ രൂപീകരിക്കുന്ന നദി ഏതാണ്? മിസ്സൗറി മിസ്സിസിപ്പി നദി. നദീമുഖത്ത് അനേകം ചെറിയ കൈവഴികളായി പിരിഞ്ഞ് ഒരു പക്ഷിയുടെ കാൽപാദം പോലെ രൂപപ്പെടുന്ന ഡെൽറ്റയാണ് പക്ഷിപാത ഡെൽറ്റ. മിസ്സിസിപ്പി നദിയുടെ ഡെൽറ്റ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകളിലൊന്നാണ്. കാരിബ അണക്കെട്ടും വിക്ടോറിയ വെള്ളച്ചാട്ടവും ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സാംബസി നദി. തെക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ സാംബസി നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ വിക്ടോറിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയിലെ കാരിബ അണക്കെട്ട് വലിയൊരു ജലവൈദ്യുത പദ്ധതി കൂടിയാണ്. ഏത് നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്നത്? കോങ്കോ നദി, സയർ നദി. മധ്യ ആഫ്രിക്കയിലെ കോങ്കോ നദി ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്ന ലോകത്തിലെ ഏക പ്രധാന നദിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയുമാണിത്. ദക്ഷിണാഫ്രിക്കയിലെ ഏത് നദിയാണ് മകരരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്നത്? ലിംബോബോ നദി. തെക്കൻ ആഫ്രിക്കയിലെ ഒരു പ്രധാന നദിയായ ലിംബോബോ നദി മകരരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്നു. മൊസാംബിക്ക്, സിംബാബ്വെ, ബോട്സ്വാന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഏത് ഇന്ത്യൻ നദിയാണ് ഉഷ്ണമേഖലാ രേഖയെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 2 തവണ മുറിച്ചുകടക്കുന്നത്? മാഹി നദി. മധ്യപ്രദേശിൽ ഉത്ഭവിച്ച് ഗുജറാത്ത് വഴി അറബിക്കടലിൽ പതിക്കുന്ന മാഹി നദിയാണ് ഇന്ത്യയിൽ ഉഷ്ണമേഖലാ രേഖയെ 2 തവണ മുറിച്ചുകടക്കുന്ന ഒരേയൊരു നദി. ഇത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. റഷ്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള അതിർത്തിയുടെ ഒരു പ്രധാന ഭാഗം രൂപീകരിക്കുന്ന നദി ഏതാണ്? അമുർ നദി. കിഴക്കൻ ഏഷ്യയിലെ അമുർ നദി റഷ്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള അതിർത്തിയുടെ ഏകദേശം 1600 കിലോമീറ്റർ ദൂരം രൂപീകരിക്കുന്നു. ഈ നദി ഹീലോങ് ജിയാങ് എന്നും അറിയപ്പെടുന്നു. ജപ്പാനിലെ ഏത് പ്രധാന നഗരമാണ് സുമിത നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ടോക്കിയോ.
ജപ്പാനിലെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ ടോക്കിയോ സുമിത നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഈ നദിക്ക് വലിയ പങ്കുണ്ട്. ഏത് കടലിടുക്കാണ് തെക്കൻ ചൈന കടലിനെയും ആൻഡമാൻ കടലിനെയും ബന്ധിപ്പിക്കുന്നത്? മലാക്ക കടലിടുക്ക്. തെക്കൻ ചൈന കടലിനെയും ആൻഡമാൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നാണ്. മലേഷ്യൻ ഉപദ്വീപിനും ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കുമിടയിലുള്ള ഈ കടലിടുക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരത്തിന് അത്യന്താപേക്ഷിതമാണ്. എണ്ണ, ചരക്ക് ഗതാഗതത്തിന് ഇത് തന്ത്രപ്രധാനമായ ഒരു കവാടമായി വർത്തിക്കുന്നു. ഏത് കടലിടുക്കാണ് റഷ്യയെയും അലാസ്കയെയും വേർതിരിക്കുന്നത്? ബറിംഗ് കടലിടുക്ക്. ബറിംഗ് കടലിടുക്ക് റഷ്യയുടെ സൈബീരിയൻ ഭാഗങ്ങളെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അലാസ്കയെയും വേർതിരിക്കുന്നു. ഇത് ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ്. ആർട്ടിക് സമുദ്രത്തിലെ ചുക്ചി കടലിനെയും പസഫിക് സമുദ്രത്തിലെ ബറിംഗ് കടലിനെയും ഈ കടലിടുക്ക് ബന്ധിപ്പിക്കുന്നു. ഏത് കടലിടുക്കാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നത്? ജിബ്രാൾട്ടർ കടലിടുക്ക്. ജിബ്രാൾട്ടർ കടലിടുക്ക് യൂറോപ്പിലെ ഐബീരിയൻ പെനിൻസുലയെയും സ്പെയിൻ, ആഫ്രിക്കയിലെ മൊറോക്കോയെയും വേർതിരിക്കുന്നു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്ക് ചരിത്രപരമായും തന്ത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കടൽ ഗതാഗതത്തിൽ ഇതൊരു പ്രധാന കവാടമായി വർത്തിക്കുന്നു. ഏത് കടലിടുക്കാണ് മെഡിറ്ററേനിയൻ കടലിന്റെ താക്കോൽ എന്ന് അറിയപ്പെടുന്നത്? ജിബ്രാൾട്ടർ കടലിടുക്ക്. ജിബ്രാൾട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഏക പ്രവേശന മാർഗമായതിനാൽ മെഡിറ്ററേനിയൻ കടലിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നു. സ്പെയിനിനും മൊറോക്കോയ്ക്കുമിടയിലുള്ള ഈ തന്ത്രപ്രധാനമായ കടലിടുക്ക് ലോക വ്യാപാരത്തിലും പ്രതിരോധത്തിലും നിർണായക പങ്കുവഹിക്കുന്നു. ഇതിലൂടെ കടന്നുപോകുന്ന കപ്പൽ ഗതാഗതം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്ന കടലിടുക്കുകൾ ഏതെല്ലാം? ടോറസ് കടലിടുക്ക്, ബോസ്ഫോറസ് കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക്, ബറിംഗ് കടലിടുക്ക്, ബാബ് അൽ മന്ദബ് കടലിടുക്ക്. ഭൂഖണ്ഡങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ചില പ്രധാന കടലിടുക്കുകളാണ് ഇവ. ടോറസ് കടലിടുക്ക് ഓസ്ട്രേലിയയെയും ഏഷ്യയെയും, പാപുവ ന്യൂ ഗിനിയ. ബോസ്ഫോറസ് കടലിടുക്ക് യൂറോപ്പിനെയും ഏഷ്യയെയും, ജിബ്രാൾട്ടർ കടലിടുക്ക് യൂറോപ്പിനെയും ആഫ്രിക്കയെയും, ബറിംഗ് കടലിടുക്ക് ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും, ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഏഷ്യയെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്നു. ഈ കടലിടുക്കുകൾക്ക് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രാധാന്യമുണ്ട്. ഏത് കടലിടുക്കാണ് കരിങ്കടലിനെയും മാമ്മറ കടലിനെയും ബന്ധിപ്പിക്കുന്നത്? ബോസ്ഫോറസ് കടലിടുക്ക്. കരിങ്കടലിനെയും മാമ്മറ കടലിനെയും ബന്ധിപ്പിക്കുന്ന ബോസ്ഫോറസ് കടലിടുക്ക് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്നു. തുർക്കിയിലെ ഇസ്താംബുൾ നഗരത്തിലൂടെ കടന്നുപോകുന്ന ഇത് കപ്പൽ ഗതാഗതത്തിന് അതീവ തന്ത്രപ്രധാനമായ ഒരു ജലപാതയാണ്. റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും കരിങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം കൂടിയാണിത്. ഏത് കടലിടുക്കാണ് ന്യൂസിലൻഡിന്റെ വടക്കൻ ദ്വീപിനെയും തെക്കൻ ദ്വീപിനെയും വേർതിരിക്കുന്നത്? കുക്ക് കടലിടുക്ക്. ന്യൂസിലൻഡിന്റെ വടക്കൻ ദ്വീപിനെയും തെക്കൻ ദ്വീപിനെയും വേർതിരിക്കുന്ന ഒരു പ്രധാന കടലിടുക്കാണ് കുക്ക് കടലിടുക്ക്. പസഫിക് സമുദ്രത്തെ ടാസ്മാൻ കടലുമായി ഇത് ബന്ധിപ്പിക്കുന്നു. സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ ജലവുമുള്ള ഈ കടലിടുക്കിന് പ്രാദേശിക ഗതാഗതത്തിലും കാലാവസ്ഥാ രൂപീകരണത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഏതൊക്കെ രണ്ട് രാജ്യങ്ങളെയാണ് വേർതിരിക്കുന്നത്? ജിബൂട്ടിയെയും യമനെയും. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദബ് കടലിടുക്ക് ജിബൂട്ടിയെയും യമനെയും വേർതിരിക്കുന്നു. ഏഷ്യൻ വൻകരയെയും ആഫ്രിക്കൻ വൻകരയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ കവാടം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കടത്തു പാതകളിലൊന്നായതിനാൽ ഈ കടലിടുക്കിന് ആഗോള വ്യാപാരത്തിലും സുരക്ഷയിലും നിർണായക സ്ഥാനമുണ്ട്. ഏത് കടലിടുക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തെയും ജാവ കടലിനെയും ബന്ധിപ്പിക്കുന്നത്? സുന്ദ കടലിടുക്ക്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനും ജാവ ദ്വീപിനും ഇടയിലുള്ള സുന്ദ കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും ജാവ കടലിനെയും ബന്ധിപ്പിക്കുന്നു. മലാക്ക കടലിടുക്കിന് ഒരു ബദൽ മാർഗമായി ഇത് കപ്പൽ ഗതാഗതത്തിന് ഉപയോഗിക്കാറുണ്ട്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്കിന് കടൽ ഗതാഗതത്തിലും പ്രാദേശിക ഭൂമിശാസ്ത്രത്തിലും പ്രാധാന്യമുണ്ട്.
കരപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി റെയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കടലിടുക്കുകൾ ഏവ? ഡോവർ കടലിടുക്കും സുഗരു കടലിടുക്കും. ഡോവർ കടലിടുക്കിലൂടെയുള്ള ചാനൽ തുരങ്കം ബ്രിട്ടനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്നു. സുഗരു കടലിടുക്കിലെ സൈഗാൻ തുരങ്കം ജപ്പാനിലെ ഹോൺഷു, ഹൊക്കൈഡോ ദ്വീപുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തുരങ്കങ്ങൾ അന്താരാഷ്ട്ര ഗതാഗതത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഏതൊക്കെ ഉൾക്കടലുകളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഒമാൻ ഉൾക്കടലിനെയും പേർഷ്യൻ ഉൾക്കടലിനെയും. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ്. ഇത് ഒമാൻ ഉൾക്കടലിനെയും പേർഷ്യൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുകയും എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് ലോകവിപണിയിലേക്കുള്ള പ്രധാന കവാടമായി വർത്തിക്കുകയും ചെയ്യുന്നു. ഇതിന് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. കാസ്പിയൻ കടലിനോട് അതിർത്തി പങ്കിടുന്ന 5 രാജ്യങ്ങൾ ഏതെല്ലാം? കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, റഷ്യ, ഇറാൻ, അസർബൈജാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമായ കാസ്പിയൻ കടലിന് 5 രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്. ഈ രാജ്യങ്ങൾ വടക്ക് റഷ്യയും കസാക്കിസ്ഥാനും, കിഴക്ക് തുർക്ക്മെനിസ്ഥാനും, തെക്ക് ഇറാനും, പടിഞ്ഞാറ് അസർബൈജാനുമാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ തടാകം ഏതാണ്? ബൈക്കൽ തടാകം. സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകം ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയതും ഏറ്റവും വലിയ ശുദ്ധജല തടാകവുമാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം 22 മുതൽ 23% വരെ ഈ തടാകത്തിൽ അടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം ഏതാണ്? ടാങ്കനിക്ക തടാകം. കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കനിക്ക തടാകം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകമാണ്. ഇത് ആഴത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തും വ്യാപ്തത്തിൽ 3ാം സ്ഥാനത്തും നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ഏതാണ്? കാസ്പിയൻ കടൽ. കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ്. ഇതിനെ ഒരു തടാകമായോ അല്ലെങ്കിൽ ഒരു പൂർണ്ണ സമുദ്രത്തിന്റെ എല്ലാ സവിശേഷതകളുമുള്ള കടലായോ കണക്കാക്കുന്നു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉപരിതല വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? സുപ്പീരിയർ തടാകം. സുപ്പീരിയർ തടാകം വടക്കേ അമേരിക്കയിലെ 5 മഹാതടാകങ്ങളിൽ ഒന്നാണ്. ഇത് ഉപരിതല വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അമേരിക്കൻ ഐക്യനാടുകൾക്കും കാനഡയ്ക്കും ഇടയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. വിക്ടോറിയ തടാകം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഒരു അന്താരാഷ്ട്ര അതിർത്തി രൂപീകരിക്കുന്നത്? ഉഗാണ്ടയും ടാൻസാനിയയും. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകവും ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ തടാകവുമാണ് വിക്ടോറിയ തടാകം. ഉഗാണ്ട, ടാൻസാനിയ, കെനിയ എന്നീ രാജ്യങ്ങളുമായി ഇത് അതിർത്തി പങ്കിടുന്നു. നൈൽ നദിയുടെ പ്രധാന ഉറവിടങ്ങളിലൊന്ന് കൂടിയാണ് ഇത്. ടിറ്റിക്കാക്ക തടാകം തെക്കേ അമേരിക്കയിലെ ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബൊളീവിയയും പെറുവും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തടാകമാണ് ടിറ്റിക്കാക്ക തടാകം. ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ബൊളീവിയയ്ക്കും പെറുവിനും ഇടയിലുള്ള അതിർത്തി പങ്കിടുന്നു. അസ്വാൻ അണക്കെട്ടും നാസർ തടാകവും ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നൈൽ നദി. അസ്വാൻ അണക്കെട്ട് ഈജിപ്തിലെ നൈൽ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അണക്കെട്ട് നിർമ്മിച്ചതിന്റെ ഫലമായി രൂപപ്പെട്ട മനുഷ്യനിർമ്മിത തടാകമാണ് നാസർ തടാകം. നൈൽ നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ജലസേചനത്തിനും ഇത് സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ഏഞ്ചൽ വെള്ളച്ചാട്ടം, സാൾട്ടോ ഏഞ്ചൽ. വെനസ്വേലയിൽ സ്ഥിതി ചെയ്യുന്ന ഏഞ്ചൽ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുടർച്ചയായ വെള്ളച്ചാട്ടമാണ്. കനൈമ നാഷണൽ പാർക്കിലെ ഔയൻ തെപ്പുയി മലയുടെ അറ്റത്താണ് ഇത് കാണപ്പെടുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സാംബിയയും സിംബാബ്വെയും. വിക്ടോറിയ വെള്ളച്ചാട്ടം സാംബസി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ്. സാംബിയയ്ക്കും സിംബാബ്വെയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത്. ഇടിമുഴങ്ങുന്ന പുക എന്ന് അർത്ഥം വരുന്ന മോസി ഓവ തുണിയ എന്നും ഇത് അറിയപ്പെടുന്നു. നയാഗ്ര വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെന്റ് ലോറൻസ് നദി സിസ്റ്റം.
നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കൻ ഐക്യനാടുകൾക്കും കാനഡയ്ക്കുമിടയിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം വലിയ വെള്ളച്ചാട്ടങ്ങളാണ്. സെന്റ് ലോറൻസ് നദീവ്യവസ്ഥയുടെ ഭാഗമായ നയാഗ്ര നദിയിലാണ് ഇത് രൂപപ്പെടുന്നത്. ജോഗ് മഹാത്മാഗാന്ധി വെള്ളച്ചാട്ടം ഏത് രാജ്യത്തും ഏത് നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ശരാവതി നദിയിൽ. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഗെർസൊപ്പ വെള്ളച്ചാട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. യുഎസ്എയിലെ കാലിഫോർണിയയിലുള്ള യോസെമിറ്റി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടം ഏതാണ്? യോസെമിറ്റി വെള്ളച്ചാട്ടം. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് യോസെമിറ്റി വെള്ളച്ചാട്ടം. കാലിഫോർണിയയിലെ യോസെമിറ്റി ദേശീയോദ്യാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3 ഘട്ടങ്ങളായി ഒഴുകുന്ന ഒരു വലിയ വെള്ളച്ചാട്ടമാണിത്. ദക്ഷിണാഫ്രിക്കയിലെ ഏത് വെള്ളച്ചാട്ടമാണ് അതിമനോഹരമായ ഉയരത്തിന് പേരുകേട്ടത്? തുംഗേല വെള്ളച്ചാട്ടം. തുംഗേല വെള്ളച്ചാട്ടം ദക്ഷിണാഫ്രിക്കയിലെ ഡ്രേക്കൻസ്ബർഗ് പർവ്വതനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണിത്. ഇതിന് ഏകദേശം 948 മീറ്റർ 3110 അടി ഉയരമുണ്ട്. ക്വാസുലു നടാൽ പ്രവിശ്യയിലെ റോയൽ നത്താൽ ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണിത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ഉൽപ്പാദന മേഖല ഏതാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമിലെ ലഖിംപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദിഗ്ബോയ്. 1889-ൽ ദിഗ്ബോയിൽ എണ്ണ കണ്ടെത്തി. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള എണ്ണ ഉൽപ്പാദന കേന്ദ്രമാണ്. ദിഗ്ബോയ് റിഫൈനറി ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഓപ്പറേറ്റിംഗ് റിഫൈനറികളിൽ ഒന്നാണ്. ദിഗ്ബോയുമായി ബന്ധപ്പെട്ട 2 പ്രധാന എണ്ണപ്പാടങ്ങൾ ഏതെല്ലാം? ബാപ്പാപുങ്ക്, ഹുൻസാപുങ്ക്. അസമിലെ ദിഗ്ബോയ് മേഖലയിലെ ഈ എണ്ണപ്പാടങ്ങൾ ഇന്ത്യയുടെ ആദ്യകാല എണ്ണ ഉൽപ്പാദനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ എണ്ണ വ്യവസായത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുജറാത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? സംസ്ഥാനത്തെ മറ്റു പ്രധാന എണ്ണപ്പാടങ്ങൾ ഏതൊക്കെയാണ്? അംഗ്ലേശ്വർ ആണ് ഏറ്റവും വലുത്. മറ്റു പ്രധാന എണ്ണപ്പാടങ്ങളിൽ കാംബെ, കോസാംബ, കലോൽ, മെഹസാന എന്നിവ ഉൾപ്പെടുന്നു. അംഗ്ലേശ്വർ എണ്ണപ്പാടം 1953-ൽ കണ്ടെത്തുകയും 1961-ൽ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. ഗുജറാത്ത് ഇന്ത്യയിലെ പ്രധാന എണ്ണ ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ബോംബെ ഹൈ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? മുംബൈ നഗരത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യയിലെ പ്രധാന എണ്ണ ഉൽപ്പാദന മേഖലകളിൽ ഒന്നാണ്. ബോംബെ ഹൈ അഥവാ മുംബൈ ഹൈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന എണ്ണപ്പാടമാണ്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന്റെ ഗണ്യമായ പങ്ക് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അരി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ ആഗോള സ്ഥാനം എന്താണ്? ലോകത്തിലെ വെളുത്ത അരിയുടെയും തവിട്ടുനിറമുള്ള അരിയുടെയും ഏറ്റവും വലിയ ഉൽപ്പാദകരിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെ മൊത്തം അരി ഉൽപ്പാദനത്തിന്റെ ഏകദേശം 20% വരും ഇത്. അരി ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൈനയാണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ പ്രധാന കാർഷിക വിളകളിൽ ഒന്നായ അരി ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാന ഭക്ഷണമാണ്. ഇന്ത്യയിലെ പ്രധാന അരി ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ ചിലത് ഏതാണ്? പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ, അസം. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ സംസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. വിവിധ കാലാവസ്ഥാ മേഖലകളിൽ അരി കൃഷി വ്യാപകമാണ്. 2023 മുതൽ 24 വരെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ 5 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ദേശീയപാത ശൃംഖലയിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നു. ഇത് ഈ സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും ഒരു സൂചകമാണ്. ജവഹർ ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1 എയിലെ ബനിഹാൽ ചുരത്തിൽ പീർ പാഞ്ചൽ മലനിരകൾ.
ജവഹർ ടണൽ കശ്മീരിലെ ബനിഹാൽ ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഗതാഗത മാർഗമാണ്. പീർ പാഞ്ചൽ മലനിരകളിലൂടെ കടന്നുപോകുന്ന ഇത് ദേശീയപാത 1A ഭാഗമാണ്. ഈ ടണൽ വർഷം മുഴുവൻ ഗതാഗതം സുഗമമാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? പശ്ചിമ ബംഗാളിലെ NH 327B 1.20 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണ് NH 327B. പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേവലം 1.20 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ പാത ദേശീയപാത ശൃംഖലയിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ പരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഭാരതമാല പരിയോജന 1-ാം ഘട്ടം എപ്പോഴാണ് അംഗീകരിച്ചത്? അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 2017-ൽ അംഗീകരിച്ചു. 34,800 കിലോമീറ്റർ ദേശീയപാതകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും വേണ്ടി. ഭാരതമാല പരിയോജന 1-ാം ഘട്ടം 2017-ൽ അംഗീകരിക്കപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളുടെ നിർമ്മാണവും നവീകരണവും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണിത്. ഏകദേശം 34,800 മീറ്റർ ദേശീയപാതകളാണ് ഈ പദ്ധതിയിലൂടെ വികസിപ്പിച്ചത്. ഇത് രാജ്യത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനപാതയുടെ നിർവചനം എന്താണ്? സംസ്ഥാന തലസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ. ഇന്ത്യയിൽ സംസ്ഥാന തലസ്ഥാനത്തെ അതാത് ജില്ലകളിലെ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് സംസ്ഥാനപാതകൾ എന്നറിയപ്പെടുന്നത്. സംസ്ഥാന സർക്കാരുകൾ ഇവയുടെ നിർമ്മാണത്തിന്റെയും പരിപാലനത്തിന്റെയും ചുമതല വഹിക്കുന്നു. ഇത് ദേശീയപാതകളെയും ഗ്രാമീണ റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ (BRO) എപ്പോഴാണ് സ്ഥാപിച്ചത്? അതിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 1960-ൽ സ്ഥാപിച്ചു. ആസ്ഥാനം ന്യൂഡൽഹിയിൽ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ (BRO) 1960-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലും സൗഹൃദ രാജ്യങ്ങളിലും റോഡ് ശൃംഖലകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്.